പശ്ചിമേഷ്യയെ ഒന്നടങ്കം ഭീതിയുടെ മുൻപിൽ നിർത്തിക്കൊണ്ട് മിഡിൽ ഈസ്റ്റ് സംഘർഷം ഇതുവരെ കാണാത്തത്ര ഭീതിജനകവും മാരകവുമായ ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇറാന്റെ പരമാധികാരത്തെയും ആണവ സുരക്ഷയെയും നേരിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് തങ്ങളുടെ ദാർഖോവിൻ ആണവ നിലയത്തിന് നേരെ അമേരിക്ക നേരിട്ട് വ്യോമാക്രമണം നടത്തിയെന്ന അതീവ ഗുരുതരമായ ആരോപണവുമായി ടെഹ്റാൻ രംഗത്ത് വന്നിരിക്കുന്നു. സമാധാനപരമായ ആവശ്യങ്ങൾക്കായി മാത്രം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആണവ ഇൻഫ്രാസ്ട്രക്ചറിന് നേരെ നടന്ന ഈ കടന്നാക്രമണം തികച്ചും അപകടകരവും അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളുടെ നഗ്നമായ ലംഘനവുമാണെന്ന് ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു. ഈ സംഭവത്തോടെ പശ്ചിമേഷ്യയിൽ ഒരു ആണവ യുദ്ധത്തിന്റെ കരിനിഴൽ വീണിരിക്കുകയാണ്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ നീക്കം കേവലം സൈനികമായ ഒരു താവളം തകർക്കുന്നത് പോലെയല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇറാന്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ഖാസിം ഖരീബാബാദി വാഷിംഗ്ടണിനെതിരെ കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. ഒരു സിവിൽ ആണവോർജ്ജ നിലയത്തെ ലക്ഷ്യമിടുക വഴി മേഖലയിലെ സംഘർഷത്തെ ഏറ്റവും അപകടകരമായ തലത്തിലേക്ക് അമേരിക്ക മനഃപൂർവ്വം എത്തിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഈ നീക്കത്തിലൂടെ അന്താരാഷ്ട്ര തലത്തിൽ തങ്ങൾ പുലർത്തുന്ന സമാധാന നിലപാടുകളെ അമേരിക്ക തകിടം മറിച്ചുവെന്നും ഇതിന്റെ അനന്തരഫലങ്ങൾക്ക് പൂർണ്ണ ഉത്തരവാദിത്തം വാഷിംഗ്ടൺ മാത്രമായിരിക്കുമെന്നും ഇറാൻ കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകുന്നു. ആക്രമണം നേരിട്ട ദാർഖോവിൻ ആണവ നിലയം നിലവിൽ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണെന്ന് ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഭാഗ്യവശാൽ ഈ പ്ലാന്റിൽ ഇതുവരെ ആണവ സാമഗ്രികളോ റേഡിയോ ആക്റ്റീവ് ഇന്ധനങ്ങളോ സൂക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആക്രമണത്തെ തുടർന്ന് യാതൊരു വിധത്തിലുള്ള റേഡിയേഷൻ ചോർച്ചയും പ്രദേശത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നത് വലിയൊരു ദുരന്തം ഒഴിവാക്കി. എങ്കിലും ഒരു ആണവ നിലയത്തിന് നേരെ ആക്രമണം നടത്താൻ അമേരിക്ക കാണിച്ച ധാർഷ്ട്യം അന്താരാഷ്ട്ര സമൂഹത്തെ കടുത്ത ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. നിലവിലെ സംഘർഷത്തിനിടയിൽ ഇറാന്റെ ഒരു ആണവ നിലയത്തിന് നേരിട്ട് ആക്രമണം ഉണ്ടാകുന്നത് ഇതാദ്യമായാണ് എന്ന പ്രത്യേകതയുമുണ്ട്. വർഷങ്ങളായി അമേരിക്കയും ഇസ്രായേലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ തങ്ങളുടെ നിരീക്ഷണ വലയത്തിലാക്കി വെച്ചിരിക്കുകയായിരുന്നു. പലപ്പോഴായി പരോക്ഷമായ സൈബർ ആക്രമണങ്ങളോ അട്ടിമറി ശ്രമങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ നേരിട്ടൊരു മിസൈൽ ഡ്രോൺ ആക്രമണം ഇറാന്റെ ആണവ കേന്ദ്രത്തിന് നേരെ ഉണ്ടാകുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ്. ഇത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശത്രുതയുടെ ലക്ഷ്മണരേഖ ലംഘിക്കപ്പെട്ടതിന്റെ കൃത്യമായ തെളിവാണ്. വാഷിംഗ്ടണും പെന്റഗണും ഈ പുതിയ സംഭവ വികാസങ്ങളെ കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. എന്നിരുന്നാലും ആണവ നിലയത്തിന് നേരെയുണ്ടായ പ്രഹരം ഇറാന്റെ ആണവ സാങ്കേതിക മുന്നേറ്റങ്ങളെ തടസ്സപ്പെടുത്തുക എന്ന തന്ത്രത്തിന്റെ ഭാഗമാണെന്ന് പാശ്ചാത്യ സൈനിക നിരീക്ഷകർ വിലയിരുത്തുന്നു. തങ്ങളുടെ പ്രതിരോധ കവചങ്ങളെ ഭേദിച്ച ശത്രുവിന്റെ മിസൈലുകൾ ആണവ കേന്ദ്രത്തിന് മുകളിൽ പതിച്ചത് ഇറാന്റെ സുരക്ഷാ ഏജൻസികളെയും കടുത്ത പുനർവിചിന്തനത്തിന് പ്രേരിപ്പിക്കുകയാണ്. തങ്ങളുടെ ഏറ്റവും തന്ത്രപ്രധാനമായ ആസ്തികൾ പോലും സുരക്ഷിതമല്ലെന്ന യാഥാർത്ഥ്യം ടെഹ്റാനെ കടുത്ത പ്രതികാര നടപടികളിലേക്ക് നയിച്ചേക്കാം. ഈ പുതിയ സാഹചര്യങ്ങൾ മിഡിൽ ഈസ്റ്റിലെ മറ്റു രാജ്യങ്ങളെയും വൻ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. നിർമ്മാണത്തിലിരിക്കുന്ന പ്ലാന്റ് ആയതുകൊണ്ട് റേഡിയേഷൻ ദുരന്തം ഒഴിവായി. എന്നാൽ പ്രവർത്തന സജ്ജമായ ഒരു ആണവ നിലയത്തിന് നേരെയാണ് ഇത്തരം ആക്രമണം ഉണ്ടാകുന്നതെങ്കിൽ അത് മിഡിൽ ഈസ്റ്റിനെ ഒന്നടങ്കം തുടച്ചു നീക്കാൻ പോകുന്ന ഒരു ആണവ ദുരന്തത്തിന് വഴിതെളിക്കുമായിരുന്നു. ഈ വലിയ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് അയൽ രാജ്യങ്ങളായ കുവൈറ്റ്, ബഹ്റൈൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ കടുത്ത ജാഗ്രതയിലാണ്. ഇറാന്റെ ഭാഗത്തു നിന്നും തങ്ങളുടെ ആണവ പദ്ധതികൾ പൂർണ്ണമായും സമാധാനപരമായും ആവശ്യങ്ങൾക്കും ഊർജ്ജ ഉൽപാദനത്തിനും വേണ്ടിയുള്ളതാണെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴും അമേരിക്ക അതിനെ വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല. ഈ ആക്രമണത്തോടെ നയതന്ത്ര ചർച്ചകളുടെ എല്ലാ വാതിലുകളും പൂർണ്ണമായും അടഞ്ഞു കഴിഞ്ഞു എന്ന് വേണം കരുതാൻ. ഇറാന്റെ പരമോന്നത നേതാക്കളും സൈനിക കമാൻഡർമാരും യുഎസിനെതിരെ കടുത്ത പ്രത്യാക്രമണത്തിന് അണികളെ സജ്ജമാക്കുകയാണ്. തങ്ങളുടെ ആണവ കേന്ദ്രത്തിന് മേൽ തൊട്ട കൈകൾക്ക് ശക്തമായ മറുപടി നൽകുമെന്നാണ് ഇറാന്റെ നിലപാട്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഉൾപ്പെടെയുള്ള ആഗോള സംഘടനകൾ ഈ സംഭവത്തെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. സിവിലിയൻ ആണവ ഇൻസ്റ്റലേഷനുകൾക്ക് നേരെ സൈനിക നീക്കം നടത്തുന്നത് അന്താരാഷ്ട്ര സുരക്ഷാ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. ഈ സംഭവത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയ്ക്ക് വലിയ നയതന്ത്ര സമ്മർദ്ദം നേരിടേണ്ടി വരും. ഇറാന്റെ തന്ത്രപരമായ നീക്കങ്ങൾ ഇനി അമേരിക്കയുടെ ഗൾഫിലുള്ള മറ്റ് സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടായിരിക്കും നീങ്ങുക. ഇതിനകം തന്നെ കുവൈറ്റ്, ജോർദാൻ, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ US താവളങ്ങൾക്ക് നേരെ ഇറാൻ വൻതോതിൽ മിസൈൽ വർഷം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഈ ആണവ കേന്ദ്രത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ കോൺസുലേറ്റുകൾക്കും നാവിക കപ്പലുകൾക്കും നേരെയുള്ള ഇറാന്റെ പ്രത്യാക്രമണങ്ങളുടെ തീവ്രത ഇരട്ടിയാകാനാണ് സാധ്യത. ആഭ്യന്തരമായി ഇറാനിൽ ഈ ആക്രമണം ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള ഭരണകൂട അനുകൂല തരംഗവും അമേരിക്കൻ വിരുദ്ധ വികാരവും സൃഷ്ടിച്ചിട്ടുണ്ട്. വിദേശ ശക്തികളുടെ കടന്നുകയറ്റത്തിനെതിരെ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന ആഹ്വാനം ശക്തമാണ്. സാമ്പത്തിക ഉപരോധങ്ങളാൽ തളർന്നിരിക്കുന്ന ഇറാന് തങ്ങളുടെ ആണവ നിലയത്തിന് സംഭവിച്ച നാശനഷ്ടങ്ങൾ പരിഹരിക്കുക എന്നത് വലിയൊരു സാമ്പത്തിക ബാധ്യതയായി മാറും.
എന്നിരുന്നാലും സൈനിക പ്രതിരോധത്തിന് തന്നെയാണ് അവർ മുൻഗണന നൽകുന്നത്. അമേരിക്കൻ ഭരണകൂടത്തിന് ഈ ആക്രമണം ആഭ്യന്തരമായ വലിയ രാഷ്ട്രീയ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാൻ കാരണമാകും. ഒരു ആണവ യുദ്ധത്തിലേക്ക് ലോകത്തെ നയിക്കാൻ പോകുന്ന തരത്തിലുള്ള ഇത്തരം എടുത്തുചട്ടങ്ങൾക്കെതിരെ അമേരിക്കൻ പ്രതിപക്ഷം രംഗത്ത് വന്നു കഴിഞ്ഞു. വിദേശത്തുള്ള അമേരിക്കൻ നയതന്ത്രജ്ഞരുടെയും സൈനികരുടെയും സുരക്ഷ കൂടുതൽ അപകടത്തിലാക്കുന്ന നീക്കമാണ് പെന്റഗണിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന ആക്ഷേപം ശക്തമാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ വിഷയം വലിയ ചർച്ചയാകും. ഇറാന്റെ സഖ്യശക്തികളായ റഷ്യയും ചൈനയും ഈ സംഭവത്തിൽ ഇറാന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരാൻ സാധ്യതയേറെയാണ്. പാശ്ചാത്യ മേധാവിത്വത്തെ ചെറുക്കാൻ ഇറാനെ ഒരു ആയുധമാക്കുന്ന ഇവർ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാന് കൈമാറാൻ ഈ സാഹചര്യം ഉപയോഗിച്ചേക്കാം. ഇത് പശ്ചിമേഷ്യയിൽ ആഗോള വൻശക്തികൾ തമ്മിലുള്ള നേരിട്ടുള്ള ഒരു ചേരിതിരിവിനും ശക്തി പ്രകടനത്തിനും കാരണമായി മാറും. പശ്ചിമേഷ്യയിലെ സാധാരണ ജനങ്ങളുടെ ജീവിതം ഈ പുതിയ സംഭവത്തോടെ കടുത്ത അസ്ഥിരതയിലായിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ഒരു ആണവ യുദ്ധം പൊട്ടിപ്പുറപ്പെടാമെന്ന ഭീതിയിൽ ജനങ്ങൾ പലായനം ചെയ്യാൻ ഒരുങ്ങുന്നു. വിപണികളിലെ ഇന്ധനവില കുതിച്ചുയരുന്നതിനും നിത്യോപയോഗ സാധനങ്ങളുടെ ക്ഷാമത്തിനും ഈ യുദ്ധാന്തരീക്ഷം കാരണമായിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിന്റെ സാമ്പത്തിക മേഖല പൂർണ്ണമായും തകർച്ചയുടെ അരികിലാണ്. തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളുടെ പോരായ്മകൾ പരിഹരിച്ച് കൂടുതൽ ശക്തമായ സുരക്ഷാ കവചങ്ങൾ ആണവ കേന്ദ്രങ്ങൾക്ക് ചുറ്റുമൊരുക്കാൻ ഇറാന് ഇനി വൻതുക ചെലവഴിക്കേണ്ടി വരും. അമേരിക്കൻ ഡ്രോണുകളെയും മിസൈലുകളെയും അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ള സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുക എന്നതിലായിരിക്കും ഇറാന്റെ അടുത്ത ശ്രദ്ധ. ഈ സൈനിക മത്സരം മേഖലയെ കൂടുതൽ അസ്ഥിരപ്പെടുത്തുകയുള്ളൂ. ദാർഖോവിൽ ആണവ നിലയത്തിന് നേരെയുണ്ടായ ആക്രമണം മിഡിൽ ഈസ്റ്റിനെ ഒരു വലിയ സ്ഫോടനത്തിന്റെ തൊട്ടരികിൽ എത്തിച്ചിരിക്കുകയാണ്. സമാധാനത്തിന്റെ എല്ലാ സാധ്യതകളും ഇല്ലാതാക്കിക്കൊണ്ട് ഇരുപക്ഷവും കടുത്ത യുദ്ധ പ്രഖ്യാപനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇറാന്റെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും പശ്ചിമേഷ്യയുടെയും ലോകത്തിന്റെയും ഭാവി. ഒരു ചെറിയ പിഴവ് പോലും ലോകത്തെ ഒരു വലിയ ആണവ ദുരന്തത്തിലേക്ക് നയിച്ചേക്കാവുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്.